ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുവാൻ ദൈവം ഒരു ദിവസം കൂടി കർത്താവ് തന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നു മുതൽ സഭയിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെടിഞ്ഞ് നടക്കുന്നതല്ല, അതൊരു പാരമ്പര്യമാണ്. യേശുവിൻ്റെ കാലത്ത് ശിഷ്യന്മാർ ഉപവസിച്ചില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രിമാരും പരീശന്മാരും വന്ന് കുറ്റം പറഞ്ഞു. എന്താണ്? ഞങ്ങൾ ആഴ്ചയിൽ ഉപവസിക്കുന്നു, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? യേശു അതിന് മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിലെ ഉപവാസം ദുഃഖമായിരുന്നു, പുതിയ നിയമത്തിലെ ഉപവാസം സന്തോഷമാണ്. മണവാളൻ വിട്ടുപിരിയുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. അതായത് അത് ദുഃഖമല്ല, അത് ആഘോഷമാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 13 കാണുന്നത്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നു. ആരാധന സന്തോഷമാണ്, പാടി സ്തുതിക്കുന്നു. പാട്ടും ആഘോഷങ്ങളുമാണ് പുതിയ നിയമ ഉപവാസം. പഴയ നിയമത്തിൽ കരച്ചിലും വസ്ത്രം കീറലും ചാരത്തിലിരിക്കലും തലയിൽ പൂഴി വാരി ഇടുന്നതും ഇതൊക്കെയാണ് എസ്തേറിൻ്റെ പുസ്തകവും എസ്രായുടെ പുസ്തകവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദുഃഖിച്ച് നാളുകൾ ഇരുന്നു എന്ന് നെഹമ്യാവിൻ്റെ ചരിത്രത്തിൽ. ഇതെല്ലാം വേദനയുടെ പ്രാർത്ഥനകളായിരുന്നു പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും നിവർത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിൽ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നതാണ് പുതിയ നിയമ ഉപവാസം. മണവാളൻ നമ്മുടെ കൂടെയാണ്. മണവാളൻ എന്നാണ് വാക്കുപയോഗിച്ചിരിക്കുന്നത്. മണവാളൻ കൂടെയുള്ളപ്പോൾ, മണവാട്ടി, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ, അന്ന് തോഴ്മക്കാരായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് യേശുവിൽ വിശ്വസിച്ചവർക്ക് മക്കളാകാൻ അധികാരം കിട്ടി. മാത്രമല്ല, നാം യേശുവിൻ്റെ നിർമ്മല കന്യകയാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാട്ടിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മണവാളൻ കൂടെയുണ്ട്. ഒരിക്കലും ഞാൻ നിങ്ങളെ കൈവിടില്ലെന്ന് പറഞ്ഞ മണവാളൻ കൂടെയുണ്ട്. അതാണ് പുതിയ നിയമത്തിലെ ഉപവാസം. അതുകൊണ്ട് കരയാൻ വേണ്ടി ആരും പ്രാർത്ഥനയ്ക്ക് വരണ്ട. സന്തോഷിക്കാനും ആഘോഷിക്കാനും നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റി യേശുവിൽ സന്തോഷിപ്പാനും നമുക്ക് പ്രാർത്ഥനയ്ക്ക് കൂടാം. കർത്താവ് ഉപയോഗിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അവർ ആരാധിച്ചു ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി മാറ്റിമറിച്ചു, അപ്പോസ്തലന്മാരാക്കി മാറ്റി. ഇതാണ് ബൈബിളിലെ ചരിത്രം. ഈ സത്യങ്ങളിലേക്ക്, പുതിയ നിയമ സത്യങ്ങളിലേക്ക് ദൈവമക്കൾ കടന്നു വരട്ടെ. ദൈവം നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷം കൊണ്ടുവന്നു. കർത്താവ് ആ സന്തോഷത്തിൽ ആനന്ദിക്കാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ഒരുമിച്ച് കൂടാം, ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ ആ പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടി നമുക്ക് യേശു കർത്താവിനെ ആരാധിക്കാം. ആദാ
கேட்டிட உண்மையாயோடுகின்ற உத்தம ஊழியர் என்று நீ சொல்லிட ஒரு வார்த்தை கேட்டிட உண்மையாயோடுகின்ற அழைத்தவர என்னூழியத்தின் ஆதாரமே அழைத்தவர എന്നൂഴിയത്തിൻ ആധാരമേ. ഞങ്ങളെ അയക്കുന്നവനെ, ഞങ്ങളുടെ വേലയുടെ ആധാരമേ, ഞങ്ങളെ അയക്കണം. ഞങ്ങളുടെ വേലയ്ക്കായി വയൽ വിളഞ്ഞു കിടക്കുകയാണ്, വേലക്കാരോ ചുരുക്കമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആർക്കൊക്കെ പറയാൻ കഴിയും? എന്നെ അയക്കണമേ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള സ്വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കണം പിതാവേ. എത്ര നിന്ദകളാണെങ്കിലും, എത്ര പ്രശ്നങ്ങളാണെങ്കിലും, എത്ര പ്രതിസന്ധിയാണെങ്കിലും അങ്ങേക്ക് വേണ്ടി പോകുവാൻ ഞങ്ങളെ തരുന്നു. ഞങ്ങളെ അയക്കണമേ, അങ്ങയുടെ വേലയ്ക്ക് അയക്കണമേ യേശുവേ. ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കണമേ, ആ വയലിലേക്ക് തള്ളിവിടണമേ. എത്തനെ നിന്ദകൾ, എത്തனை தேவைகள் என சொல்ல நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நிந்தைகள், எத்தனை தேவைகள் என சொல்ல நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியர் என்று நீ சொல்லிட ஒரு வார்த்தை கேட்டிட உண்மையாயோடுகின்ற உத்தம ஊழியர் என்று நீ சொல்லிட ஒரு வார்த்தை கேட்டிட உண்மையாயோடுகின்ற அழைத்தவர എന്നൂഴിയത്തിൻ ആധാരമേ അழைத்தவர എന്നൂഴിയത്തിൻ ആധാരമേ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിലെ മശിക പ്രവചന ഭാഗം ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശു ജനിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. യെശയ്യാവ് 53 വാസ്തവത്തിൽ യെശയ്യാവ് 53 തുടങ്ങേണ്ടത് 13 52-13 അത് തുടങ്ങേണ്ടത്. ഈ അധ്യായങ്ങൾ വേർതിരിച്ചത് പലരും മനുഷ്യരാണ്.
അപ്പോൾ അവർ വേർതിരിച്ചു വന്നപ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥതലത്തിൽ പല ഭാഗങ്ങളും വേർതിരിച്ചില്ല. യെശയ്യാവ് 52:13 ഇങ്ങനെയാണ്: എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നും പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല, അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. അതായത് കണ്ടാൽ പേടി വരും. യേശുവിൻ്റെ ക്രൂശിൽ കിടക്കുന്ന ശരീരം മുഴുവനും കീറിപ്പറിഞ്ഞ് കിടക്കുന്ന ആ ഭാഗം കണ്ടാൽ എല്ലാവരും സ്തംഭിച്ചു പോകും. അതുപോലെ ഒരു ഭീകരമായ വിരൂപമായ ഒരു ശരീരമായി യേശുവിൻ്റെ ശരീരത്തെ യഹൂദന്മാരും റോമാക്കാരും കൂടി ചേർന്ന്, ജാതികളും അബ്രഹാമിൻ്റെ മക്കളും കൂടി ചേർന്നാണ് യേശുവിനെ ക്രൂശിച്ചത്. എന്തിനാ? അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കാൻ. ആര് എല്ലാം ചേർന്ന് അവനെ ക്രൂശിച്ചുവോ അവരെ എല്ലാം യേശു എന്ത് ചെയ്തു? ഒന്നാക്കി. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, ഇവരുടെ പാപം ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഏറ്റവും വലിയ അപകടം, ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഇന്നും നമ്മുടെ വീടുകളിൽ വഴക്കുണ്ടാവുന്നതിൻ്റെ കാരണം നമ്മളെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ലെന്നുള്ള ബോധം ആദ്യം നഷ്ടപ്പെടും. പിള്ളേർക്ക് ദേഷ്യം വന്നാൽ അപ്പനാണെന്നോ അമ്മയാണെന്നുള്ള ബോധം നഷ്ടപ്പെടും. അപ്പോൾ ദേഷ്യം ഒരു പൈശാചികമാണ്. ഭർത്താവിന് ദേഷ്യം വന്നാൽ ഭാര്യയെ, മക്കളെ എന്ത് പറയണം എന്നൊന്നും ഓർമ്മയില്ല, എല്ലാം മറന്നുപോകും. ഇതൊരു പൈശാചികമാണ്. സമനില തെറ്റിപ്പോകും. ദേഷ്യം എന്നുള്ളത് ഒരു പൈശാചികമാണ്. അപ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് സംയമനം പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിന് ദേഷ്യമില്ല. ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ശാന്തനാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യത യേശു അനുഭവിക്കുമ്പോൾ, യേശു ക്രൂശിൽ സ്വനിയന്ത്രണമുള്ളവൻ, ഇന്ദ്രിയ ജയമുള്ളവനായിരുന്നു. യേശു ക്രൂശിൽ ശക്തനായിരുന്നു. ഏറ്റവും വേദനയിൽ ഏറ്റവും ശക്തൻ. നമ്മുടെ വീടുകളിൽ ഏറ്റവും വേദനകൾ വരുമ്പോഴാണ് ഏറ്റവും പാപം ചെയ്യുന്നത്. വേദന പാപം കൊണ്ടുവരും. വഴക്ക്, മനസ്സ് വേദനിക്കുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വേദന വരും. മനസ്സിൻ്റെ വേദന നമ്മെ കോപിഷ്ഠരാക്കും, നമ്മെ പാപം ചെയ്യിക്കും. നമ്മുടെ ഹൃദയം വേദനിച്ചാൽ അതാണ് മനുഷ്യർ തമ്മിൽ ആക്രമിക്കുന്നത്. ഹൃദയത്തിന് വേദന വന്നാൽ, ശരീരത്തിന് വേദന വന്നാൽ, ഇതൊക്കെയാണ് വീടുകളിലെ പ്രശ്നങ്ങളുടെ കാര്യം. എന്നാൽ ക്രൂശിലേക്ക് നോക്ക്. കണ്ടാൽ ആളല്ലാത്ത രീതിയിൽ വിരൂപനായി, അതാണ് നമ്മൾ വായിച്ചത്. ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപനായി. ഒരു മനുഷ്യരൂപം പോയി. അതുപോലെ യേശുവിൻ്റെ ശരീരം കീറിപ്പറഞ്ഞു എന്നാണ്. ഞാൻ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദേവദാസൻ ചരിത്രം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് യേശുവിൻ്റെ മുൾക്കിരീടം തലയിൽ വെച്ച് ആ കോലുകൊണ്ട് അടിച്ചപ്പോൾ തലയോട്ടി തുളഞ്ഞു വന്ന് ഇടത് കണ്ണിൽ നിന്ന് വെളിയിലേക്ക് തൂങ്ങി ആടിക്കിടന്നു എന്നാണ്. ഒറ്റക്കണ്ണനായിട്ടാണ് യേശു കുരിശു ചുമന്നേച്ചു പോയത്. ഇതുപോലുള്ള ഭീകരമായ, വികൃതമായ, ഭയാനകമായ, മുതുക് ഉഴുവുചാല് പോലെ കീറിപ്പോയി. ഈ വിരൂപത മുഴുവനും നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി. ഇത്രയും വിരൂപതകളുടെയും വേദനകളുടെ നടുവിൽ ശാന്തത പാലിക്കാൻ കഴിഞ്ഞതാണ് യേശുവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തി ജീവിതത്തിൽ വരുന്ന എല്ലാ വേദനകളിലും ശാന്തത പാലിക്കാൻ കഴിയും. ഇന്ന് ശാന്തത എന്നുള്ളത് പല വീടുകളിലും അന്യമായി കൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വരുമ്പോൾ യേശുവിൻ്റെ അതേ ഗുണങ്ങൾ, സ്വഭാവങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. അടുത്തത് വാക്യം എങ്ങനെയാണ്? അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. അതാണ് നമ്മൾ ഓരോരുത്തരും, പല ജാതികളെയും.
യേശു ക്രൂശിൽ വിരൂപനായി തകർന്നത് പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. നമ്മൾ ഈ വർഷത്തിന് പേരിട്ടത് തന്നെ കുതിച്ചുയരുന്ന വർഷം. നമ്മൾ ദൈവമക്കൾ അല്ലായിരുന്നു, യഹൂദന്മാരല്ലായിരുന്നു, നാം ജാതികളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം പല ജാതികളും, നമ്മൾ ഇന്ത്യൻ വംശജരാണ്, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, അന്ധതയിൽ കഴിഞ്ഞവരാണ്. എന്നാൽ ഈ ജാതികൾ കുതിച്ചു ചാടുന്നവരായി മാറി. നരകത്തിലേക്ക് വീണുകൊണ്ടിരുന്ന നമ്മെ അതിൽ നിന്ന് കുതിച്ച് വെളിയിലേക്ക് ചാടുവാൻ ദൈവം നമ്മെ ശക്തീകരിച്ചു. ഒരു മുടന്തൻ നടന്നും തുള്ളിയും ദേവാലയത്തിൻ്റെ പടിക്കെട്ടുകൾ ചാടി കയറി ജീവിതത്തിൽ ആദ്യമായി ദേവാലയത്തിൽ വന്ന് തുള്ളിച്ചാടുന്ന കാഴ്ച അന്ന് ആ ആരാധനയിൽ പങ്കെടുത്ത യഹൂദന്മാർ മുഴുവനും കണ്ടു. യഹൂദന്മാരുടെ ആരാധനയിൽ വലിയ ശാന്തതയാണ്, ഭയങ്കര ഡിസിപ്ലിനാണ്, അതിനൊരു ക്രമമുണ്ട്. ക്രമം മുഴുവനും ഒരുവൻ തട്ടി തെറിപ്പിച്ച് കളഞ്ഞു. കാരണം 40 വർഷമായിട്ട് അവന് കാല് തളർന്നതാണ്. 40 വർഷമായി ശോഷിച്ചു പോയ കാലുകൾ, ആ കാലുകൾക്ക് മാനിനെ പോലെ തുള്ളിച്ചാടുന്ന ബലം യേശുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാരുടെ കൽപ്പനയാൽ ഉളവായി വന്നു. എത്ര നേരമെടുത്തു? അതിന് നാളുകളെടുത്തില്ല, നിമിഷങ്ങൾക്കുള്ളിൽ. ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം നിമിഷങ്ങൾക്കുള്ളിലാണ്. ഈ പുതിയ വർഷം എന്തൊക്കെയോ തുള്ളിച്ചാടുന്ന അനുഭവങ്ങൾ ഇത് കേൾക്കുന്ന പലരിലേക്കും കർത്താവ് തരും. അവൻ ജാതികളെ എന്ത് ചെയ്തു? കുതിച്ചു ചാടുമാറാക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവമില്ലാതെ ജീവിക്കുന്ന, അന്ധതയിൽ കിടക്കുന്നവർ കുതിച്ചു ചാടും. എങ്ങോട്ട്? വിജയത്തിലേക്ക്, നന്മകളിലേക്ക്, സൗഖ്യത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ഒരു കുതിപ്പ് ദൈവം നമുക്ക് ഈ പുതിയ വർഷം വെച്ചിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഇത് ഏത് സമയത്താണ് നിങ്ങൾ പല രാജ്യത്തിരുന്ന് കേൾക്കുന്നത്? ചിലർക്ക് പ്രഭാതമായിരിക്കും, ചിലർക്ക് രാത്രിയായിരിക്കും, ചിലർക്ക് അർദ്ധരാത്രിയായിരിക്കും, ചിലർക്ക് മധ്യാഹ്നമാണ്. കാരണം ഭൂമി ഉരുണ്ടതാണ്, പല സ്ഥലത്തും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ഈ പ്രാർത്ഥന ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യയിൽ വെച്ചായതുകൊണ്ടാണ് ഈ പ്രഭാതമെന്ന് പറയുന്നത്. എങ്കിലും നിങ്ങളുടെ സമയം നിങ്ങൾ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ഏത് സമയത്താണെങ്കിലും ഒരു ദൈവ പൈതൽ അറിയണം, എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു മുഖാന്തരം ഒരു കുതിച്ച് ചാട്ടമുണ്ട്. എൻ്റെ ബിസിനസ് മേഖലകളിൽ കുതിച്ചു ചാടും. ഈ പുതിയ വർഷം നാം കുതിച്ചു ചാടും. നാം കുതിപ്പിൽ അനേക ജാതികളെ, അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ രാജ്യങ്ങളെന്നാണ്. രാജ്യങ്ങളെ കുതിച്ചു ചാടുമാറാക്കും. അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല, രാജ്യങ്ങളെപ്പോലും കുതിപ്പുള്ള രാജ്യങ്ങളാക്കി മാറ്റും. ഇന്നും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുൻനിരയിൽ നിൽക്കുന്നതിൻ്റെ കാരണം അവർ യേശുവിനെ സ്വീകരിച്ചവരും ദൈവത്തിന് വേണ്ടി നിന്നവരുമാണ്. അതുകൊണ്ടാണ് ഇന്ന് അവർ വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് അവർ പുറകിൽ പോയിക്കൊണ്ടിരിക്കുന്നു. യേശുവിന് വേണ്ടി നിൽക്കുന്നവരെല്ലാം കുതിച്ച് ചാടുന്നവരായി മാറും. അവൻ പല രാജ്യങ്ങളെയും കുതിച്ച് ചാടുമാറാക്കും. അടുത്തത് 15, 52:15, രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും. കണ്ടാൽ വിരൂപനാണ്. അവൻ്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിക്കുന്ന പല രാജാക്കന്മാരെയും കുതിച്ച് ചാടുമാറാക്കും. പല രാജാക്കന്മാരെയും കുതിച്ച് ചാടുന്നവരാക്കി മാറ്റും. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവർ ആരായി മാറും? രാജാക്കന്മാരായി മാറും. പല രാജാക്കന്മാരെ, അവിടെ പറയുന്നത് അങ്ങനെയാണ്, രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും. ജാതികൾ കുതിച്ച് ചാടുമാറാകും. രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും, അതിശയിക്കും. രാജാക്കന്മാർ അതിശയിക്കും. യേശുവിൻ്റെ മുമ്പ് ജീവിച്ചിരുന്ന ശലോമോന്റെ വായിൽ നിന്ന് വരുന്നത് കേട്ടിട്ട് ശേബാരാജ്ഞി,
ഭൂമിയിലുള്ള രാജാക്കന്മാർ പോലും അതിശയിച്ച് വായ്പൊത്തിപ്പോയി. ഇതുപോലെ ഭൂമിയിൽ ആരും സംസാരിച്ചിട്ടില്ല. എന്നാൽ യേശു പറഞ്ഞു, ഇതാ ശലോമോനിലും വലിയവൻ. ശലോമോൻ രാജാവിലും വലിയവൻ എന്ന് പറഞ്ഞില്ല, ഇതാ ശലോമോനിലും വലിയവൻ. അവൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളുടെ മുൻപിൽ ആർക്കും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. നാടുവാഴിയായ പീലാത്തോസ് പോലും ചോദിച്ചു, നീ ആരാകുന്നു? രാജാവ്. പീലാത്തോസ് യേശുവിൻ്റെ ക്രൂശിൽ എഴുതി വെച്ചതും 3 ഭാഷയിൽ യേശു യഹൂദന്മാരുടെ രാജാവെന്നാണ്. അല്ല, അങ്ങനെ എഴുതരുത്, അത് അങ്ങനെ പറഞ്ഞു എന്ന് തിരുത്താൻ പുരോഹിതന്മാർ നോക്കിയപ്പോൾ പീലാത്തോസ് ഉറപ്പോടെ പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി, കാരണം അവൻ രാജാവാണ്. രാജാക്കന്മാർ യേശുവിൻ്റെ മുൻപിൽ വായ് പൊത്തിപ്പോകും. ഇന്ന് ഭൂമിയിൽ യേശു എന്ന രാജാവിൻ്റെ മുൻപിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവിന് കീഴടങ്ങുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. കർത്താവേ, ഞങ്ങൾ തോറ്റു. യേശുവിനെ കർത്താവെന്ന് പറയുന്നു. അതായത് ഞങ്ങൾക്ക് സ്വയമായിട്ട് ഇനി ജീവിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് സ്വയമായിട്ട് ഈ ഭൂമിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല, ഞങ്ങൾക്ക് സ്വയമായിട്ട് ഉയരാൻ കഴിയില്ല. ഞങ്ങളിതാ വാപൊത്തുന്നു, അങ്ങ് സംസാരിക്കണമേ. ഇയ്യോബ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ വായെ പൊത്തുന്നു, അങ്ങ് സംസാരിക്കണമേ. ദേശത്തെ ഏറ്റവും വലിയ ജ്ഞാനിയായ ഞാൻ ഇനി ഞാൻ വാ തുറക്കുന്നില്ല. എന്തിനാണ്? യേശുവിൻ്റെ വാക്കുകൾ അത് വിടുതൽ കൊണ്ടുവരും, സൗഖ്യം കൊണ്ടുവരും, സമാധാനം കൊണ്ടുവരും, സമൃദ്ധി കൊണ്ടുവരും, സന്തുഷ്ടി കൊണ്ടുവരും. രാജാക്കന്മാർ പോലും ഈ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വായ് പൊത്തിപ്പോയി. എല്ലാ നാവും യേശു മാത്രമാണ് കർത്താവ്, ഞങ്ങൾക്ക് യാതൊരു വോയിസും ഇല്ല, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല. ഈ രാജാവിൻ്റെ മുൻപിൽ ഞങ്ങളെല്ലാവരും വായ് പൊത്തുന്നു. ഇത് സംഭവിക്കും. സമൂഹത്തിൽ ഇന്നുള്ള നേതാക്കന്മാരെല്ലാം വായ് പൊത്തും, എല്ലാം ദൈവസഭയ്ക്കകത്ത് കയറും. യേശുവിൻ്റെ വചനം കേൾക്കാൻ എല്ലാവരും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന സീസൺ ഈ വർഷത്തിൽ വലിയതായ നിലയിൽ സഭ മുഖാന്തിരം ദേശം കാണും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, വലിയവരെന്ന് പറയുന്നവരെല്ലാം വായ് പൊത്തും. കാരണം അവൻ നമുക്ക് വേണ്ടി ചെയ്തത് അതുപോലെ വലിയ കാര്യങ്ങളാണ്. കണ്ടാൽ ആളല്ലാതെ വണ്ണം വിരൂപനായി തകർക്കപ്പെട്ടത് എല്ലാവരുടെയും രാജാതി രാജാവായി താൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതിനാണ്. ആർക്കും ഇനി ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം, മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ വണ്ണം അവൻ തകർക്കപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത ദിവസങ്ങൾ അത് ചിന്തിക്കും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ തകർച്ചയാണ് നമ്മുടെ ഉയർച്ച, യേശുവിൻ്റെ ബലഹീനതയാണ് നമ്മുടെ ബലം, യേശുവിൻ്റെ നിന്ദയാണ് നമ്മുടെ മാനം, യേശുവിൻ്റെ ഒറ്റപ്പെടലാണ് നമ്മുടെ കൂട്ടായ്മയുടെ ബലം. നമ്മളത് വിശ്വസിക്കണം. അവൻ നമുക്ക് വേണ്ടി സഹിച്ച ഓരോ സഹനങ്ങളും നമ്മുടെ അനുഗ്രഹമായി മാറി. അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ആ ഭാഗത്തോട്ടൊക്കെ നമുക്കൊന്ന് ധ്യാനിക്കണം. യേശുവിനെ കുറിച്ച് ധ്യാനിക്കുന്നവർ അഭിവൃദ്ധിപ്പെടും, കുടുംബങ്ങൾ ഐശ്വര്യമുള്ളതായി മാറും. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് തന്ന ഓരോ പ്രാർത്ഥനകളിലും അങ്ങ് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. ഇത് കേട്ട ഓരോ വീടുകളും ഓരോ പ്രിയപ്പെട്ടവരും അത്ഭുതമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജാതികളായ ഞങ്ങളെ കുതിച്ച് ചാടുന്നവരാക്കി മാറ്റാൻ അവിടുന്ന് അനുഭവിച്ച എല്ലാ ക്രൂശിൻ്റെ വ്യഥകൾക്കായി സ്തോത്രം. ആ ക്രൂശിൻ്റെ വേദനകൾ ഞങ്ങളുടെ ആരോഗ്യത്തിനും ക്രൂശിൻ്റെ സങ്കടങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിനുമാകയാൽ സ്തോത്രം. ഞങ്ങൾ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഇന്നിത് കേൾക്കുന്ന ഓരോ വീടുകളിലും സമൃദ്ധിയും സന്തോഷവും അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ഈ മക്കളിൽ ഉണ്ടാകട്ടെ. അനേക രാജാക്കന്മാരെ വായ്പൊത്തുന്ന നിലയിൽ ജ്ഞാനവും കൃപയും സഭ മുഖാന്തരം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ. ഈ കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ദൈവം ഇനിയും വെച്ചിട്ടുണ്ട്. കൂടുതൽ വചനങ്ങൾ കേൾക്കാൻ നമുക്ക് ഉപവാസ പ്രാർത്ഥനകളുണ്ട്. രാവിലെ 10:30 ഇന്നു മുതൽ
3 ദിവസത്തെ പ്രാർത്ഥന സഭയിൽ ആരംഭിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളും 10:30 പകൽ സമയങ്ങളിൽ സഭയിൽ വെച്ചിട്ടുണ്ട്. രാത്രി ഇന്നും നാളെയും വ്യാഴം വെള്ളി സൂമിലൂടെ 2 രാത്രികളിൽ 7 മണി മുതൽ 9 മണി വരെ നമുക്ക് കൂട്ടായ്മയുണ്ട്. എല്ലാവരെയും ഈ വർഷത്തിലെ എല്ലാ മീറ്റിങ്ങുകൾക്കും ഇന്നു മുതൽ ആരംഭിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഉപവാസങ്ങളിലും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അതൊരു വലിയ ഫലമായിരിക്കും. കൂടുതൽ യേശുവിനോട് അടുക്കുവാൻ കൃപ കർത്താവ് തരട്ടെ. ഗോഡ് ബ്ലെസ് യു.